വ്യക്തിഹത്യയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദിലീപേട്ടൻ്റെ ബബ്ബാബയുടെ പ്രസ് മീറ്റ് ദിലീപേട്ടൻ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റും, ചിലതൊന്നും യോജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ യോജിക്കാൻ പറ്റാത്തതെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്നിട്ട് ബാക്കി പറയാം. ഒരു ലോജിക്കും ഇല്ലാത്തതാണ് ഇത്, വെറുതെ ആഘോഷിക്കാനുള്ളതാണ്, ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. വ്യക്തിഹത്യയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിറ്റിസിസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് അതല്ലല്ലോ. കണ്ടല്ലോ, 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ദിലീപേട്ടൻ പറഞ്ഞു ആ സിനിമ ഇറങ്ങുന്ന മുമ്പ് ഞങ്ങൾ പറഞ്ഞു ഒരു പ്രാന്തപ്പടമാണ്, ലോജിക്കൽ ഇല്ലാത്ത പടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് അതിൻ്റെ രീതി കണ്ടാൽ മതി. ആ പടം ഒരു ലോജിക്ക് ഇല്ലാത്ത പടമാണ് അവർ ഇറക്കിയത്, അങ്ങനെ പറയാൻ ഇറക്കിയത്. അപ്പോൾ ആ പടം നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ രീതി കണ്ടാൽ മതി, അതിനെ നിങ്ങൾ വേറെ രീതി കാണേണ്ട കാര്യമില്ല. അത് ദിലീപേട്ടൻ പറഞ്ഞെനിക്ക് 100% യോജിപ്പാണ്. കാരണം നിങ്ങൾ അതിനെ വേറെ രീതി കാണേണ്ടെന്ന് വെച്ചാണ് അവരങ്ങനെ ടാഗ്ലൈൻ ഇട്ടിരുന്നത്. അപ്പോൾ അത് എൻ്റെ രീതി കാണുക. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, ഞാൻ അത് റിവ്യൂ ഇട്ടിട്ടുണ്ട് പോസിറ്റീവ്. അത് ഇഷ്ടപ്പെട്ട കാര്യം വേറെ ഒന്നുമില്ല, അവർ പറഞ്ഞിട്ടുണ്ട് പ്രാന്തം പടമാണ്, ലോജിക്ക് നോക്കണമെന്നുണ്ട്. അതുകൊണ്ട് ലോജിക്ക് നോക്കായിരുന്നു, കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ലോജിക്ക് നോക്കേണ്ട പടം ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവർ ആദ്യം ജാമ്യം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ദിലീപേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ രീതി പടം കണ്ടിട്ട് പിന്നെ അതിനെ കുറ്റം പറഞ്ഞാൽ ശരിയല്ല. പക്ഷേ എല്ലാ പ്രേക്ഷകരും ഒരുപോലെ ആണെന്നില്ല. അവർ 150-200 കൊടുത്തിട്ട് പടം കണ്ടിട്ട് വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. അത് അവരുടെ കുഴപ്പമില്ല. ഇവർ ലോജിക്കില്ലെന്ന് പറഞ്ഞ് ജാമ്യം എടുത്ത് നേരത്തെ പറഞ്ഞ് അവരുടെ വ്യക്തിയുടെ കാര്യം പറയണ്ടേ. അവർക്ക് ചിലപ്പം ദഹിച്ച് കാണത്തില്ല, അവർ ഉദ്ദേശിച്ച കണക്ക് പടം വന്ന് കാണത്തില്ല, അവർ ഉദ്ദേശിച്ച കണക്ക് അവരുടെ നടൻ അവർ ഉദ്ദേശിച്ച കണക്ക് ചെയ്ത് വെച്ചിട്ടില്ല അത്. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടാത്തത്. അത് അവർ ദിലീപേട്ടൻ്റെ കുറ്റം പറയുന്നതല്ല, ആ പടം ഇഷ്ടപ്പെടാത്തതിന് പടത്തെ കുറ്റം പറയുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒന്നും ദഹിക്കണമെന്നില്ല. അപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവർ പറഞ്ഞ് അംഗീകരിച്ചു പടം കണ്ടുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ ലോജിക്ക് നോക്കണം, പടം ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ദിലീപേട്ടൻ പറഞ്ഞ വേറൊരു കാര്യം, വ്യക്തിഗതമായി ദിലീപേട്ടൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാണ്. ഒരു വ്യക്തിഗതമായിട്ടും ദിലീപേട്ടൻ എന്നല്ല, ഒരു നടനും ടാർഗറ്റ് ചെയ്യാറില്ല പ്രേക്ഷകർ. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഒരു നടൻ്റെയും പടം ഇവിടെ ഓടത്തില്ല. അങ്ങനെ പ്രേക്ഷകർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സിനിമ എന്ന് പറഞ്ഞൊരു മാജിക്കാണ്. ആ സിനിമ ആൾക്കാർ കാണുന്നത് അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും നടൻ്റെ സൗന്ദര്യം നിറം നോക്കിയല്ല കാണുന്നത്. അവർക്ക് അതിനോട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, അവരിന്ന് ആസ്വദിക്കും. അല്ല ഇന്ന നടനാണെന്ന് പറഞ്ഞ് ആസ്വദിക്കുന്നതല്ല അവർ, അവർക്ക് പടം ആസ്വദിക്കാൻ പറ്റുന്നവരാണ് ആസ്വദിക്കുന്നത്. അവിടെ ജാതിയും മതം രാഷ്ട്രീയം അവർ നോക്കാറില്ല, വ്യക്തിഗതം നോക്കാറില്ല. അങ്ങനെ ആരും ടാർഗറ്റ് ചെയ്യുന്നത് കൊല്ലാറുമില്ല ഒരു നടനെ. അത് ദിലീപേട്ടൻ്റെ തോന്നലാണ്. ആ ദിലീപേട്ടന് ഇത്രയും ബുദ്ധിയും കഴിവുള്ള ദിലീപേട്ടൻ ഇങ്ങനെ മണ്ടത്തരം പറയുന്നത് അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല, പ്രേക്ഷകരെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാനാണ് ഇവിടെ നടന്മാർ നല്ല രീതി കുറച്ച് നടന്മാർ ഇവിടെ കാണത്തുള്ളൂ, ബാക്കിയുള്ള നടന്മാരെല്ലാം ഔട്ടായി പോലെ. അങ്ങനെയൊന്നും ആരും ചെയ്തില്ല, അത് ദിലീപേട്ടൻ മണ്ടത്തരാണ്. പിന്നെ ദിലീപേട്ടൻ പറഞ്ഞു അടിച്ചമർത്ത പിടിപ്പിക്കുകയാണ്. അതായത് ഓരോ പടം കണ്ടിട്ട് ഓരോ റിവ്യൂസിൻ്റെ വാക്കുകളിൽ നിന്നും പ്രേക്ഷകർക്കത് പടം മോശമാണെന്ന് തോന്നി, പ്രേക്ഷകർ പടം സ്വീകരിക്കുന്നില്ല, പ്രേക്ഷകർ സിനിമ കാണാൻ പോകുന്നില്ലാണ് അതിനർത്ഥം. അങ്ങനൊന്നുമില്ല. ഒരു റിവ്യൂ വിചാരിച്ചൊന്നും പടം വിജയിപ്പിക്കാനും പറ്റത്തില്ല, പടം പൊട്ടിക്കാനും പറ്റത്തില്ല. കാര്യം ഒരു റിവ്യൂ കൊണ്ടൊന്നും ഇത്രയും ജനങ്ങൾ, കേരളത്തിലുള്ള ജനങ്ങൾ ഒരു റിവ്യൂവിൻ്റെ വാക്കുകൊണ്ട് പടം കാണാതില്ല. അവർക്ക് പടം കാണണമെന്ന് തോന്നി അവർ പടം കണ്ടിരിക്കും. എന്നിട്ട് അവരുടെ അഭിപ്രായം അവർ പറയും. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത് പറയും, ഇഷ്ടപ്പെട്ടില്ല പറയും. അത് വ്യക്തിപരമായിട്ട് ദിലീപിനോട് ഇഷ്ടക്കേട്ടോ അല്ലെങ്കിൽ ലാലേട്ടനോട് ഇഷ്ടക്കേട്ടോ പറയുന്നതല്ല, പടം ഇഷ്ടപ്പെടാതെന്ന് പറയുന്നതാണ്. പടം തന്നെയാണ് അവർ നല്ല അഭിപ്രായം തന്നെ പറയും. ഇപ്പം നീവും പോളി പൊട്ടി പാളി സഹിക്കുമായിരുന്നു. OTT പോലും നീമ്പോളിയുടെ പടം പിടിക്കുന്നില്ല. പ്രൊഡ്യൂസർമാർ ഇല്ല നീമ്പോളിയുടെ പടം പിടിക്കാൻ. ഒരു പടം നീമ്പോളിയുടെ പടം പ്രൊഡ്യൂസർ ഇട്ടിട്ട് പോയിട്ട് ലിസ്റ്റ് ജീവനാണ് എടുത്ത് ആ പടം പൊട്ടിപ്പോയി. തിയേറ്ററിലൊക്കെ നീമ്പോളിയുടെ പടമൊക്കെ 2 ദിവസത്തിൽ വാഷ് ഔട്ട് ആവുക. ആ നീമ്പോളിയുടെ പടം ഇപ്പോൾ ക്രിസ്മസ് ഏറ്റവും കൂടുതൽ കളക്ഷനോടെ ഇപ്പോൾ തിരക്കോടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? നീമ്പോളിയുടെ പടം നല്ല പടമാണ്, അതുകൊണ്ട് പ്രേക്ഷകർ കാണുന്നത് സ്വീകരിക്കുന്നു. ആ പടം മോശമാണെന്നെങ്കിൽ ആൾക്കാർ സ്വീകരിക്കത്തില്ല. അവിടെ നീമ്പോളി പൊട്ടി പാളിസായിരിക്കുന്നു, ആ നീമ്പോളി ഇവിടെ കാണുന്നില്ല, ഇനി ഔട്ടായി, അതാണ് ഇന്ന് പറഞ്ഞ പ്രേക്ഷകർ നിന്നില്ല. അവിടെ പ്രേക്ഷകർക്ക് നല്ല പടം കിട്ടി അവർ പോയി കണ്ട്. ഇത്ര നാളായിട്ട് പടം വിജയിക്കരുത് നടന്ന പടം അവിടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ അവർ നടന വ്യക്തിപരമായിട്ട് നോക്കുന്നില്ല, അവർ സിനിമയെ നോക്കി. അവിടെ നല്ല സിനിമ അവർക്ക് ദിലീപേട്ടൻ നല്ല സിനിമ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ പടം ആൾക്കാർ കാണും, സ്വീകരിക്കും. ദിലീപേട്ടൻ്റെ പടം മോശമായതുകൊണ്ടായിരിക്കും ആൾക്കാർ റിവ്യൂ നെഗറ്റീവ് പറയുന്നത്. അത് ഓഡിയൻസ് റെസ്പോൺസ് ആളും പിന്നെ റിവ്യൂകാരാളും നെഗറ്റീവ് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ ഈ ടാഗ്ലൈൻ മാറ്റിക്കഴിഞ്ഞാൽ പടം ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ഈ ടാഗ്ലൈൻ കിടക്കുന്നതുകൊണ്ടാണ് കുറച്ച് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നത്. ആൾക്കാർ പടത്തെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടത്തിൻ്റെ പരാജയം തന്നെയാണ്. അല്ല ദിലീപേട്ടനെ വ്യക്തിവരെ ആരും ഒന്നും ഉദ്രവിക്കാറില്ല, ദിലീപേട്ടനെ ഒരു നടനെ ഉദ്രവിക്കാറില്ല. ലാലേട്ടൻ്റെ പടങ്ങൾ തുടരും ഹിറ്റാതിന് മുമ്പ് എത്ര പടങ്ങൾ പൊട്ടി.
എമ്പുരാനൊക്കെ പൊട്ടി പാളി സഹിക്കുക. എമ്പുരാനൊക്കെ എന്തുമാത്രം കളിയാക്കിയിട്ട് എന്തുകൊണ്ട് ട്രോൾ കിട്ടി ലാലേട്ടനെ. ആ ലാലേട്ടനെ തുടരും വന്ന് ഇൻഡസ്ട്രി ഹിറ്റടിച്ചില്ലേ, ആൾക്കാർ കണ്ടില്ലേ, പ്രേക്ഷകർ കണ്ടതുകൊണ്ടല്ലേ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് ഇൻഡസ്ട്രി ഹിറ്റടിച്ചു. എന്തുകൊണ്ട്? ആ പടം നല്ലതായതുകൊണ്ടും ലാലേട്ടൻ്റെ പടം ബ്ലോക്ക് ബസ്റ്റർ അടിക്കില്ല, കാര്യം പടം നല്ലതായതുകൊണ്ട്. ലാലേട്ടൻ കുറേ പടങ്ങൾ പൊട്ടി ട്രോള് വന്ന് ലാലേട്ടനെ ഇനി ഒന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാർ ഇരുന്നില്ലല്ലോ. ഉടനെ അടുത്ത പടം പറയും പ്രേക്ഷകർ കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും പടം കാണുന്നുണ്ട് ആൾക്കാർ. നല്ല പടങ്ങൾ വിജയിപ്പിക്കും, പൊട്ട പടങ്ങൾ പൊട്ടമാണെന്ന് പറയുകയും ചെയ്യും. അതാരെയും വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്നതല്ല, അതാദ്യം മനസ്സിലാക്കുക. ദിലീപേട്ടൻ്റെ പടം പപ്പ മോശമായിരിക്കും, അത് മോശമായിട്ടായിരിക്കും അവർ പറയുന്നത്. അല്ലാതെ നല്ല പടം മോശമൊന്നും പ്രേക്ഷകർ പറയത്തില്ല, അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. പിന്നെ വ്യക്തിപരമായിട്ട് ആരും വന്ന് ഉപയോഗിക്കാറില്ല ഒരു നടനായിട്ട്. അങ്ങനെ ഉപയോഗിച്ചാൽ ആ നടനൊന്നും പറ്റാനും പോലും പടത്തിലൊന്നും പറ്റാൻ പോകുന്നില്ല. ഇവിടെ റിവ്യൂകാരൊക്കെ ഹിറ്റാന്ന് പറഞ്ഞ പടങ്ങൾ പൊട്ടിയിട്ടില്ലേ, പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ വിജയിച്ചിട്ടില്ലേ. അപ്പോൾ അതിലൊന്നും കാര്യമൊന്നുമില്ല. നല്ല പടം പ്രേക്ഷകർ സ്വീകരിക്കും. വ്യക്തിപരമായി ആരും ഉപയോഗിക്കാറില്ല. ദിലീപേട്ടൻ്റെ അത് മണ്ട വർത്തമാനമാണ്, അതാണ് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ പറയരുത്. കാരണം നമ്മൾ അങ്ങനെ ആരും ഈ പ്രേക്ഷകർ ചെയ്യാറില്ല.